ജെറമിയ 29 11 കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഒറ്റപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരു വഴിത്തിരിവിൽ നിൽക്കുമ്പോൾ നമുക്ക് ആശ്വാസമാകുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ മാത്രമാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ബൈബിളിലെ ഏറ്റവും മനോഹരമായ വാഗ്ദാനമാണ്. ഈ വചനം എഴുതപ്പെട്ടിരിക്കുന്ന കാലത്ത് ഇസ്രായേൽ ജനം വലിയ കഷ്ടതയിലായിരുന്നു. ദുരിതങ്ങൾക്കിടയിൽ അവർക്കിനി ഒരു ഭാവിയുണ്ടോ എന്നവർ സംശയിച്ചു. ആ സമയത്താണ് ദൈവം അവരോട് പറയുന്നത്, ഭയപ്പെടേണ്ട, നിങ്ങളുടെ ഭാവി സുരക്ഷിതമാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ഈ വാക്കുകൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക തകർച്ചയാകാം, ആരോഗ്യ പ്രശ്നങ്ങളാകാം, മനസ്സിനെ അലട്ടുന്ന ആശങ്കകളാകാം. ദൈവം പറയുന്നത് ശ്രദ്ധിക്കുക. അവൻ്റെ പക്കൽ നിങ്ങൾക്കായി ഒരു പദ്ധതിയുണ്ട്. അത് തകർക്കാനല്ല, നിങ്ങളെ ഉയർത്താനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ വചനത്തിലൂടെ എനിക്ക് നൽകുന്ന വലിയ പ്രത്യാശയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് അങ്ങയ്ക്കൊരു പദ്ധതിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെൻ്റെ നാശത്തിനല്ല, മറിച്ച് എനിക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന നന്മയുടെ പദ്ധതിയാണെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ദൈവമേ, പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ ഞാൻ ഭയപ്പെട്ടു പോകുന്നു. എൻ്റെ വഴി അറിയാതെ ഞാൻ ഉലഴുമ്പോൾ അങ്ങയുടെ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ബുദ്ധിയിലല്ല, മറിച്ച് എന്നെ വഴി നടത്തുന്ന അങ്ങയുടെ കരങ്ങളിൽ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുവിഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ. നിരാശയുടെ നിമിഷങ്ങളിൽ അങ്ങയുടെ സമാധാനം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. അങ്ങയുടെ വലിയ പദ്ധതിയിലൂടെ വിശ്വാസത്തോടെ ചുവടുവയ്ക്കാൻ എനിക്ക് കൃപ നൽകണമേ. ആമേൻ.